കേരളത്തിലെ 2000 സ്കൂളുകൾ ഇനി വേറെ ലെവൽ ഹൈബ്രിഡ് സ്കൂളുകളാക്കി ടെക്നോളജി നിയന്ത്രിത ലോകത്തിലേക്ക് നേരത്തെ ഒരുങ്ങുകയാണ് കേരളത്തിലെ ഈ 2000 സ്കൂളുകൾ. ഇതിലൊരു സ്കൂളിലേക്ക് നമുക്ക് പോയി നോക്കിയാലോ? നമ്മളൊക്കെ പഠിച്ച പഠനാന്തരീക്ഷമേ അല്ല ഈ സ്കൂളിലുള്ളത്. പാഠപുസ്തകത്തിലുള്ളത് അങ്ങനെ തന്നെ പഠിച്ച് മാർക്ക് നേടിയെടുക്കുക എന്നതായിരുന്നു നമ്മുടെയൊക്കെ കാലം. ഞാൻ ഈ മിടുക്കന്മാരോടും മിടുക്കികളോടും ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് ഇനി അങ്ങോട്ട് സംസാരിക്കേണ്ടത് ഞാനല്ല, ഇവർ തന്നെയാണെന്ന്. ഇവരുടെ സ്കൂളിൽ ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് ഇവർ തന്നെ പറയട്ടെ, അല്ലേ? ഇന്ന് ടെക്നോളജി എല്ലാത്തിലും പ്രധാനമാണ്. ഒരുപാട് ഡ്രീമുകൾ ഉള്ളവരാണ്. ടീച്ചർ, എഞ്ചിനീയർ, ഡോക്ടർ, ഇനി അതല്ല എന്റർപ്രനർ. ഇതിനൊക്കെ നമ്മൾ ടെക്നോളജി അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ജോബിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നാളെ വരുന്ന ഫ്യൂച്ചറിസ്റ്റ് ജോബിൽ കരിയറിന്റെ ബേസ് ടെക്നോളജി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ടെക്നോളജി ഫൗണ്ടേഷൻ വേണമെന്ന് ഞാൻ തീരുമാനം എടുത്തത്. അതിനുള്ള സൗകര്യം ഞങ്ങളുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് മേഖല എടുത്താലും ടെക്നോളജിയിൽ മിനിമം അറിവെങ്കിലും വേണം. ഇന്ന് ജോലി നേടാനും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുമാണ് ടെക്നോളജി ആവശ്യമെങ്കിൽ നാളെ ജീവിക്കണമെങ്കിൽ തന്നെ ടെക്നോളജി അറിയണമെന്ന സാഹചര്യം വരും. എന്തിന് നാളെ? ഇന്ന് തന്നെ ഏതൊക്കെ ടെക്നോളജിയാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി മാറിയിരിക്കുന്നത്, അല്ലേ? കോയിൻ ബോക്സുകൾ മൊബൈൽ ഫോണായി മാറിയത് മുതൽ ചികിത്സയ്ക്ക് പോലും ടെക്നോളജി ഇല്ലാതെ കഴിയില്ലെന്നായി. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ടെക്നോളജിയിൽ അറിവ് നേടാൻ കഴിയുക എന്നത് ഭാഗ്യം തന്നെയല്ലേ? ഈ സ്കൂളിലേതുപോലെ കേരളത്തിലെ 2000 സ്കൂളുകൾ ഹൈബ്രിഡാക്കി മാറ്റുന്നത് ആരാണെന്ന് പറയാം. അതിനു മുമ്പ് മറ്റൊരു വിദ്യാർത്ഥിയിലേക്ക്. ബുക്കിലുള്ളത് പഠിച്ചതിന് ശേഷം പഠിക്കാമെന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം ഞാൻ പറയട്ടെ. ഞങ്ങളിപ്പോൾ ഐപാഡിലും മൊബൈലുകളിലും ഗെയിം കളിക്കുകയാണ്. അറിയാത്ത കാര്യങ്ങൾ ഗൂഗിളിനോട് ചോദിക്കുകയാണ്. പക്ഷേ ബുക്കിലുള്ളതോ കീബോർഡിനെയും മൗസിനെയും കുറിച്ചുള്ള ചാപ്റ്ററുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളല്ല ഞങ്ങൾ പഠിക്കുന്നത്, ഞങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് വീണ്ടും പഠിക്കുന്നത്. പണ്ടൊക്കെ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകളൊക്കെ പറഞ്ഞ കാര്യങ്ങളാ ഇപ്പൊ മക്കള് തന്നെ പറയാൻ തുടങ്ങി. സത്യമല്ലേ? പേന കൊണ്ട് കാലങ്ങളായിട്ട് എഴുതുന്ന ഒരാളോട് പേന എന്നൊരു വസ്തു ഉണ്ടെന്നും അത് എഴുതാൻ ഉപയോഗിക്കുന്നതാണെന്നും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 30 കൊല്ലം മുമ്പെങ്കിലുമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുട്ടികൾ പഠിക്കേണ്ടി വരുന്നത്. ഇത് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും സിലബസും എല്ലാം ഒന്നിനും കൊള്ളാത്തതാണ് എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ. തീർത്തും സാങ്കേതികമായ പ്രശ്നമാണിത്. ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമേ സിലബസുകൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതല്ലേ യാഥാർത്ഥ്യം. സിലബസ് പരിഷ്കരണത്തെക്കാളും അല്ലെങ്കിൽ അധ്യാപകർക്ക് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവാൻ കഴിയുന്നതിലും വേഗത്തിൽ ലോകം മുന്നേറുന്നു എന്നതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ തീർത്തും സാങ്കേതികമായ കാരണം. അപ്പോൾ ഇതെന്തിനാണ് പരിഹാരം? പഠനകാലത്ത് തന്നെ കാലത്തെ അറിഞ്ഞ് പഠിക്കുക, സ്കൂളുകളിൽ ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നത് തന്നെയാണ് പരിഹാരം. ഇതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. തൊഴിൽ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിൽ ആവശ്യമുള്ളവന് തൊഴിൽ ലഭിക്കാനില്ല, തൊഴിലാളികളെ ആവശ്യമുള്ളവന് തൊഴിലാളികളെ ലഭിക്കാനില്ല. സുരക്ഷിതമായൊരു കരിയർ എത്തിപ്പിടിക്കുന്നതിന് കൂടി വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് നമ്മുടെ അക്കാദമിക് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉന്നത റാങ്ക് ലഭിച്ചവർക്ക് പോലും കരിയർ രംഗത്ത് ശോഭിക്കാൻ കഴിയുന്നില്ലെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. 15-18 കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കാനുള്ള വരുമാനം നേടാൻ കഴിയുന്നൊരു തൊഴിൽ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചുവെന്ന് എത്ര പേർക്ക് മറുപടി പറയാൻ കഴിയും? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വഴി അങ്ങനെ ഒരു തൊഴിൽ പഠിച്ചുവെന്ന് പറയാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. കാരണം നമ്മൾ അവരെ ഒരു തൊഴിലും പഠിപ്പിക്കുന്നില്ല. പഠനം കഴിഞ്ഞ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വീണ്ടും ജോലിക്കായി പഠിക്കേണ്ടി വരുന്നു എന്നതല്ലേ ശരി? ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന തരത്തിൽ വിദ്യാഭ്യാസം നേടുന്നതിന് സാഹചര്യമില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം. അതായത് പഠിച്ച കാര്യങ്ങൾ തൊഴിൽ നേടാൻ ഉപകരിക്കുന്നില്ല, പഠിച്ചവരെ ഇൻഡസ്ട്രിക്ക് ഉപകാരപ്പെടുന്നുമില്ല. ഇതാണ് ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പ്. ഇൻഡസ്ട്രിയെ അടുത്തറിഞ്ഞുകൊണ്ട് പ്രായോഗിക പരിശീലനം നേടി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന തരത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ അനിവാര്യമാണ്. അപ്പോൾ ലോകത്തിന്റെ ജീവവായുവായി മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയിൽ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ലഭിക്കണം. കാലം ആവശ്യപ്പെടുന്നതനുസരിച്ച് കാലത്തിനനുസരിച്ച് പഠിക്കാൻ കഴിയണം. സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയെയും അറിഞ്ഞു പഠിച്ച് പഠനം പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ ജോലിയും ലഭിക്കണം. ഇതെല്ലാം യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് കേരളത്തിലെ 2000 സ്കൂളുകൾ ഹൈബ്രിഡ് മോഡിലേക്ക് മാറി നാളത്തെ ലോകത്തേക്ക് നേരത്തെ ഒരുങ്ങുന്നത്. ഇത്രയും സ്കൂളുകൾ ഹൈബ്രിഡ് സ്കൂളുകളായി മാറുന്നത് ചാൾഡ്രോപ്പിലൂടെയാണ്. ചാൾഡ്രോപ്പിന്റെ ടെക് സ്കൂൾ പ്രൊജക്റ്റിലൂടെ.
ടാൽറോപ്പ് 2017 മുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ പ്രോജക്റ്റാണ് ടെക്കറ്റ് സ്കൂൾ. ടെക്കറ്റ് സ്കൂൾ എന്നൊരു കോൺസെപ്റ്റിലൂടെ ഒരു ക്യാമ്പസിൽ, ഒരു സ്കൂളിൽ നിന്ന് 100 കുട്ടികളെ, ടെക്നോളജിയിൽ സംരംഭകത്വത്തിലും താല്പര്യമുള്ള 100 കുട്ടികളെ കണ്ടെത്തി അവരെ ആദ്യം ഒരു വർഷത്തെ ഫൗണ്ടേഷൻ കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് അതിൽ ഓൺടർപ്രണർഷിപ്പ് സംരംഭങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടികളെ ഫിൽട്ടർ ചെയ്ത് മാറ്റി അതിലൂടെ നർച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭാവിയിലെ സുക്കർബർഗിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ടാൽറോപ്പിൻ്റെ സിലിക്കൺ വാലി മിഷനിൽ ഒരുപാട് പുതിയ സംരംഭങ്ങൾ, ടെക് സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം. അങ്ങനെ കേരളത്തിൽ സംരംഭങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ച് സംരംഭങ്ങൾ ഉണ്ടായി വരേണ്ടതും സംരംഭകരുണ്ടായി വരേണ്ടതിൻ്റെ ഒരു അനിവാര്യതയുണ്ട്. ഇത് കൃത്യമായി സ്കൂൾ ലെവലിലേ ഇതിന് ഫൗണ്ടേഷൻ ഒരുക്കിയാലേ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ടാൽറോപ്പിൻ്റെ എഡ്യൂക്കേഷൻ സംരംഭമായ സ്റ്റേപ്പിലൂടെ ടെക്കറ്റ് സ്കൂൾ പദ്ധതി ടാൽറോപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ടെക്നോളജിയിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ വളർന്നു വരികയും ടെക് സംരംഭകരുണ്ടായി വരികയും അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഓരോ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കാണാൻ കഴിയുന്ന ക്രിയേറ്റർമാരുണ്ടായി വരികയും ചെയ്യുന്നു. അപ്പോൾ ടെക്കറ്റ് സ്കൂൾ പദ്ധതി ടാൽറോപ്പിൻ്റെ സിലിക്കൺ വാലി മിഷന് വേണ്ട മാൻ പവർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ടാൽറോപ്പ് ഡെവലപ്പ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ഓരോ സ്കൂളിനും ഒരു പർപ്പസ് ഉണ്ട്. ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ലെവലിലേക്ക് ഒരു കുട്ടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കണം. അങ്ങനെയുള്ള ക്രിയേറ്റർമാരെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ നിന്ന് ക്രിയേറ്റർ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയുന്ന ക്രിയേറ്റർമാരെ ഉണ്ടാക്കിയെടുക്കുക, സമൂഹത്തിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ, ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ആംഗിളിൽ സ്കൂളുകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ്, സമൂഹത്തിൽ മുഴുവൻ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ടെക്കറ്റ് സ്കൂൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്കൂൾ പഠനകാലം മുതൽ തന്നെ പാഠപുസ്തകങ്ങൾക്കപ്പുറം സമഗ്രമായൊരു സിലബസ് തയ്യാറാക്കി പരിശീലിപ്പിച്ച് ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന നൈപുണ്യശേഷിയോടെ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കാൻ അവസരം നൽകുകയാണ് ടാൽറോപ്പിന്റെ ടെക്കറ്റ് സ്കൂൾ പ്രൊജക്ട്. അവരെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് അവസരങ്ങളെ പരിചയപ്പെടുത്തുന്നു. ലോകം ഇന്ന് ആവശ്യപ്പെടുന്ന മേഖലകളിൽ ഓരോന്നിലും പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുവാൻ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. നാളേക്ക് വേണ്ടിയുള്ള ഉറച്ച ഫൗണ്ടേഷൻ എന്ന നിലയ്ക്ക് ടെക്നോളജിക്ക് പ്രഥമ പരിഗണന നൽകുന്നു. ഞാൻ അൻവർ സാദത്ത്, മലപ്പുറം ഡെപ്യൂട്ടി കളക്ടറാണ്. കോട്ടക്കൽ IUHS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികളെ കമ്പ്യൂട്ടർ ലോകത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ ടെക്നോളജിയുടെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്ന ലക്ഷ്യത്തോടെ അതിന് ബേസായിട്ട് 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു കോച്ചിങ് ക്ലാസ്സുകളാണ് ടെക് സ്കൂൾ. ഏതൊരു കരിയറിന്റെയും ഫൗണ്ടേഷനായി ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രംഗത്തും ടെക്നോളജിയിലൂടെ ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 5G, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബ്ലോക്ക് ചെയിൻ, ജനറ്റിക് എഞ്ചിനീയറിംഗ്, AR ആൻഡ് VR, IoT, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, AI ഡ്രിവൻ ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങി ഇന്നോവേഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നാളെ ടെക്നോളജിയാണ് ലോകം ഭരിക്കുക എന്ന് തെല്ലും അതിശോക്തിയില്ലാതെ നമുക്ക് പറയാൻ കഴിയും. അതായത് ഇന്ന് ടെക്നോളജിയിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥി നാളെ ടെക്നോളജി നിയന്ത്രിത ലോകത്ത് എത്രത്തോളം ഇരുൾ നിറഞ്ഞ ജീവിതത്തെയാണ് ഒരു പക്ഷെ സ്വീകരിക്കേണ്ടി വരിക എന്ന് ആലോചിച്ചു നോക്കൂ. ടെക്നോളജി ഡ്രിവൺ വേൾഡിൽ വളർന്നു വരുന്ന മക്കൾക്ക് ഇനി ടെക്നോളജി അറിയാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുവരെ 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ ടെക്നോളജി പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ടെക്കറ്റ് സ്കൂൾ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ എഞ്ചിനീയർമാരും ടെക് സയൻറ്റിസ്റ്റുമാരുമായി വരുന്നത്. ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ഇന്നത്തെ കാലത്ത് ടെക്നോളജിയിലുള്ള അറിവ് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ടെക്കറ്റ് സ്കൂളിൻ്റെ ഭാഗമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. AR, VR, 3D ടെക്നോളജി എന്നിവയെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള ജോബിലെല്ലാം നമുക്ക് ഇതിൽ നിന്ന് പ്രചോദനം നൽകാം. അതുപോലെ തന്നെ വളരെ നേരത്തെ തന്നെ ഇത് ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ടെക്കറ്റ് സ്കൂളിൽ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എനിക്ക് ആദ്യം കമ്പ്യൂട്ടർ മര്യാദ എങ്ങനെ യൂസ് ചെയ്യുന്നത് പോലും അറിയില്ലായിരുന്നു. പിന്നെ ടെക്കറ്റ് സ്കൂളിൽ വന്നതിന് ശേഷം കോഡിങ്ങും അതുപോലത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ടെക്കറ്റ് സ്കൂൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം അത് നമ്മളെ മദർ ടങ്ങിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മളോട് നേരത്തെ സംസാരിച്ച വിദ്യാർത്ഥികൾ ഓരോന്നും എത്ര മനോഹരമായിട്ടാണ് വലിയ കാര്യങ്ങൾ പോലെ അവതരിപ്പിക്കുന്നത്, അവലോകനം ചെയ്ത് സംസാരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഉൾപ്പെടെ നൽകി സ്വന്തം കഴിവുകൾ കണ്ടെത്താനുള്ള അവസരം ഉറപ്പാക്കി കഴിവുറ്റൊരു പൗരനാക്കി വളർത്തിയെടുക്കുന്നതിലും ടെക്കറ്റ് സ്കൂൾ മുൻതൂക്കം നൽകുന്നു. പാഠ്യപദ്ധതികൾക്കപ്പുറം കുട്ടികൾക്ക് ടെക്നോളജി മേഖലയിൽ ട്രെയിനിങ്ങും ടെക്നോളജിയുടെ
ഒപ്പം തന്നെ ശക്തമായൊരു ഫൗണ്ടേഷനുമാണ് ടെക്കറ്റ് സ്കൂൾ പദ്ധതി ഒരുക്കുന്നത്. വീടിനടുത്തുള്ള സ്കൂളുകളിൽ മക്കളെ ചേർക്കുന്ന രീതിയൊക്കെ മാറിക്കഴിഞ്ഞുവല്ലേ? സ്കൂളുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ എന്തൊക്കെ സാധ്യതകളാണ് മക്കൾക്ക് വേണ്ടി സ്കൂളുകൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ച് മക്കൾക്ക് വേണ്ടി സ്കൂളുകൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് രക്ഷിതാക്കളും മാറി. ഇതെല്ലാം പ്രതിഭാധനരായ ഒരു തലമുറ വളർന്നു വരുന്നതിന് സഹായകമാകും എന്ന് മാത്രമല്ല, ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്തേക്ക് ആവശ്യമായ കരുത്ത് നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതത്തിൽ ഈ ടെക്കറ്റ് സ്കൂൾ പരിപാടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാം ഒത്തുചേർന്ന് ഇത് നല്ലൊരു വിജയമാക്കി തീർക്കുവാൻ എല്ലാവരും സഹകരിക്കണമെന്നും ഇതോടൊപ്പം അറിയിക്കുന്നു. നാളത്തെ തലമുറയെ സാങ്കേതിക വിദ്യയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായ പ്രൊജക്റ്റാണ് ടെക്കറ്റ് സ്കൂൾ. ടെക്നോളജി വളർച്ച എന്ന ദിനം പ്രതി വളരെ ഫാസ്റ്റായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളിലേക്കും അതിൻ്റേതായ സ്കില്ലുകൾ എത്തിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സ്കൂളുകളിൽ ടെക്കറ്റ് സ്കൂൾ എന്ന പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായം അനുസരിച്ച് എൻ്റെ കുട്ടി മാത്രമല്ല മറ്റു കുട്ടികൾക്കും ഇതിൻ്റെ ടെക്കറ്റ് സ്കൂളിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിയിൽ അവരുടെ കരിയറിന് അത് ഈസിയാക്കാനും എല്ലാ മേഖലയിലും അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വിദ്യാർത്ഥിക്കും അവരവരുടെ സ്വപ്നങ്ങളിലേക്ക് ടെക്നോളജിയുടെ ചിറകിലേറി പറക്കാൻ, ലോകത്തോടൊപ്പം കുതിക്കുന്നതിന് നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ സജ്ജമാക്കാൻ, ഇതിലേക്കുള്ള ഓരോ ചുവടും എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, നിലവിലുള്ള ഓഫ്ലൈൻ ക്ലാസ് മുറികൾക്കൊപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ സാധ്യതകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് സ്കൂളുകളെ ഹൈബ്രിഡ് സ്കൂളുകളാക്കി മാറ്റുന്നതിന് അവസരങ്ങൾ ഉണ്ടാവണം. ടാൽറോപ്പ് രൂപം നൽകിയ ടെക്കറ്റ് സ്കൂൾ പ്രൊജക്റ്റിലൂടെ കേരളത്തിലെ 2000 സ്കൂളുകൾ ഹൈബ്രിഡ് സ്കൂളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. കോടികൾ ചിലവഴിച്ച് 150 എഞ്ചിനീയർമാർ 5 വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ടാൽറോപ്പിന്റെ എഡ്യൂടെക് സംരംഭമായ സ്റ്റേപ്പാണ് സ്കൂളുകൾക്കായി ടെക്കറ്റ് സ്കൂൾ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് സ്റ്റേപ്പിനെ കേരളത്തെ പരിചയപ്പെടുത്തിയത്. റിപ്പോർട്ടർ ടിവിയാണ് കേരളത്തിലെ 2000 സ്കൂളുകൾ നടപ്പിലാക്കുന്ന ടാൽറോപ്പിന്റെ ടെക്കറ്റ് സ്കൂൾ പ്രൊജക്ടിന്റെ ബ്രാൻഡ് പാർട്ട്ണർ. ടെക്കറ്റ് സ്കൂൾ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സ്കൂളുകൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇൻഫോർമേഷൻസ് ആണ് കുട്ടികൾക്ക് പാഠപുസ്തകത്തിലൂടെ ലഭിക്കുന്നത്. ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞറിയിക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷെ ഏത് മേഖലയിലാണെങ്കിലും ഇൻഫോർമേഷൻസ് ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പഠനത്തോടൊപ്പം തന്നെ കാലം ആവശ്യപ്പെടുന്ന രീതിയിൽ അപ്ഡേറ്റ് ആവുക എന്നത് മാത്രമാണ് ഒരേ ഒരു പരിഹാരം. സ്വന്തം അഭിരുചി മനസ്സിലാക്കി റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ പഠിക്കാൻ കഴിയുന്ന സാധ്യതയാണ് ടീം റിപ്പോർട്ടറോടെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായും സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഇത്തരം പരിപ്രവർത്തന മാതൃകകളുമായി നമുക്ക് വീണ്ടും കാണാം.